വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമയും നാസിയും ഒക്കെ നാസി ജോലിക്ക് പോയി, അതുപോലെ ആമി ക്ലാസ്സിൽ പോയി, പിന്നെ ഞാനും പാപ്പമായിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്നിപ്പോൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് നല്ല മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിച്ചു കുറച്ച് ചക്കയുണ്ട്, അതുപോലെ മീനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചക്കപ്പുഴുക്കും മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതൊക്കെയാണ് എൻ്റെ പ്ലാന്. നമുക്ക് നോക്കി നോക്കാം. പിന്നെ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചക്കപ്പുഴുക്കിന് വേണ്ട ചക്കയൊക്കെ ഞാൻ വേവിച്ച് വെച്ചു കേട്ടോ. അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക്, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നനച്ചെടുക്കാൻ വേണ്ടി പോകണം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പിനെ ഞാൻ ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ശരിക്കും ഇത് നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് അരഞ്ഞു കേട്ടോ. അപ്പം അത്രയ്ക്കും കൂടെ അരക്കേണ്ട തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഒതുക്കിയെടുത്ത പോലെ ചെയ്താൽ മതി. അപ്പം എൻ്റെത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ശരിക്കും ചക്കപ്പുഴുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് അതിൻ്റെ പീസുകൾ ഇങ്ങനെ അധികം ഉടയാതെ ആയിട്ട് ഉണ്ടാവുക. അപ്പം എനിക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആക്കിയത് കേട്ടോ. അപ്പം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേഗം ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറിയാണ്. പെട്ടെന്ന് ഞാൻ അധികം ഇതിൽ തക്കാളി കേട്ടോ കൂടുതൽ ഉപയോഗിക്കണേ, ഉള്ളിയൊന്നും അധികം ഇടാറില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ജീരകം ഇടുന്നത് നല്ലതാണ്, ജീരകം പൊടിച്ചൊക്കെ ഉണ്ടെങ്കിൽ. ഇന്ന് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മീൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കും. മീൻ കറി സാധാരണ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇടാം. മീൻ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം. ഞാൻ പിന്നെ അല്ലാതെ ഇട്ടിട്ടുള്ളത്. എനിക്കിതേപോലത്തെ നാടൻ വിഭവങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് മിക്കപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചില ദിവസം ഇതേപോലെ ഇട ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇവർക്കെല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാലും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിയും കേട്ടോ അത് തീരാൻ വേണ്ടിയിട്ട്. പിന്നെ പാപ്പൂൻ്റെ കൂടെ കുറച്ച് നേരം പോയിരുന്നു. അവൾ കളറൊക്കെ ചെയ്യുക, പിന്നെ TV കാണുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല മഴയത്ത് ഇതേപോലെ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചക്കയും മീൻ കറിയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കേട്ടോ. നല്ലയോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എരിവൊക്കെ ഉണ്ട്. മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും ചക്കയും മീൻ കറിയും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചക്കേൻ്റെ കൂടെ ചിക്കനും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ.
ഞാനിവിടെ മീന ചെയ്തിട്ടുള്ളത്. പാപ്പുന് വേണോ? പാപ്പു വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ആമീൻ്റെയും പാപ്പുൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.